ഇത് അഴിമതിയും ഇതുമെല്ലാം മാറ്റി നിർത്തുക. ടൂറിസം എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ കേരളത്തിലുണ്ട്. ഒരു 12.5 GDP ഉണ്ടായിരുന്ന ടൂറിസം ഇപ്പൊ 10ലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. അത് നമുക്ക് തളർച്ചയുണ്ടോ? തളർച്ചയുണ്ട്. ഇപ്പോൾ പല റീസൺസ് ഉണ്ട്. അത് മദ്യമാണോ അതിന് കാരണം? അല്ലല്ല, മദ്യം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ടൂറിസത്തിന് ഇതൊക്കെ ആവശ്യമാണ് സാർ. കാരണം ഈ ഇപ്പൊ പറയുന്ന ബെക്കാഡി ബ്രീസർ ഇന്ത്യ മുഴുവൻ അവൈലബിൾ ആണ്. എന്തിനാ നമുക്ക് ഈ കേരളത്തിൽ ഒന്നും പാടില്ല? ആ ഒരു നയം ശരിയല്ലല്ലോ. ഈ ആൽക്കഹോൾ കണ്ടന്റ് കുറഞ്ഞ മദ്യം ഇവിടെ വരട്ടെ വന്ന് എന്താ സംഭവിക്കാൻ പോണത്? ഒരു ഞാൻ പറയട്ടെ, കൂടുതൽ സ്ട്രോങ് മദ്യം കഴിക്കുന്നവര് അതിലേക്ക് മാറുകയാണെങ്കിൽ ഹെൽത്തിന് അത്രയും നല്ലതല്ലേ? അല്ല അതല്ലേ, മദ്യത്തിൽ ബിയറിലാണോ കൂടുതൽ മറ്റേ പെഗ്ഗുകളാണോ കുറവ് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം അതല്ല, മാഡം പറഞ്ഞൊരു വിയോജിപ്പുള്ളത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മദ്യനിരോധനത്തിനായിട്ടാണ് ബാറുകൾ മുഴുവൻ അടച്ചതെന്ന് പറഞ്ഞ് ശ്രീ രാജു പി നായർ അതിനെ ശരിവയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്ത് UDF അത് നിരോധിക്കാൻ തയ്യാറാണോ? എല്ലാ ബാറുകളും അടച്ചുപൂട്ടാൻ ഈ സർക്കാരിന്റെ UDF മദ്യനയത്തിന്റെ ഭാഗമായി നിങ്ങൾ തീരുമാനിക്കുകയോ? ഉമ്മൻചാണ്ടി ചെയ്തതാണ് ശരിയെങ്കിൽ ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാകുമോ? ബാറുകൾ അടച്ചുപൂട്ടാൻ UDF UDF ഒരു മദ്യനയം രൂപീകരിക്കുമ്പോ എല്ലാവരുമായി ചർച്ച ചെയ്ത് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് UDF നയം പ്രഖ്യാപിക്കും. ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ക്ലാരിറ്റി ഇല്ല.